പറഞ്ഞ ഏതെങ്കിലും ഒരു പെൺകുട്ടി സഹിച്ചോളാം. സ്വന്തം ഭർത്താവാണെങ്കിൽ പോലുവേ തല്ലാതിരിക്കുവോ? അന്ന് കണ്ണന്റെ അച്ഛന്റെ ബുള്ളറ്റിൽ ഇടിച്ചത് നിന്റെ അച്ഛന്റെ ലോറിയാ. അത് ഡ്രൈവ് ചെയ്തിരുന്നത് നിന്റെ അച്ഛനാ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ വീണ്ടും കരുണയും ഉണ്ണിയും തമ്മിൽ വേർപിരിയുന്നു. അതേ കൂട്ടുകാരെ, കരുണ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത്. ഉണ്ണി അപ്പൊ തിരികെ കമലേശ്വരത്ത് വന്നിട്ട് ദുർഗാമ്മയോട് നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ദുർഗയും ഉണ്ണിയുടെ കാരണം പൊട്ടിച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും പെണ്ണ് സഹിക്കോടാ, അതും സ്വന്തം ഭർത്താവ് ഇങ്ങനെ പറയുമ്പോൾ ആരായാലും കർണത്തിട്ടടിക്കും, നിനക്ക് അങ്ങനെ തന്നെ വേണോടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിക്കിട്ട് ഒരു കുറെ അടിയും കിട്ടി, എന്താ പറയാ, കുത്തുവാക്കും കിട്ടി കേട്ടോ. അങ്ങനെ നമ്മുടെ കരുണ സ്വന്തം വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മോഹിനി പറയും, നിങ്ങളുടെ വീട്ടിലെ കണ്ണന്റെ, അതായത് ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് ആരാണെന്ന് നിനക്കറിയോ? നിന്റെ സ്വന്തം അച്ഛന്റെ ലോറി തന്നെയാണ് അവരെ കൊന്നത്. അന്ന് ബുള്ളറ്റിലിടിച്ച വണ്ടി നിന്റെ അച്ഛൻ്റെതായിരുന്നു. അന്ന് വണ്ടി ഓടിച്ചത് നിന്റെ അച്ഛനും ആടി എന്ന് നമ്മുടെ കരുണയുടെ അടുത്ത് നമ്മുടെ മോഹിനി സത്യങ്ങളൊക്കെ പറയുവാണ്. അപ്പൊ കരുണ ഒന്ന് ഞെട്ടിയിട്ട് പറയുന്നുണ്ട്, ഈ സത്യങ്ങളൊക്കെ എന്റെ അച്ഛന്റെ വായിൽ നിന്ന് കേട്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് നേരെ കരുണ അച്ഛന്റെ അടുത്തേക്ക്, നമ്മുടെ പ്രതാപന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മുടെ കരുണ മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. സ്വന്തം അച്ഛൻ ഇത്രയും ക്രൂരനാണെന്ന് അറിയുമ്പോൾ ചെറിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.